ഉത്തർപ്രദേശിൽ മദ്രസ നിയമം അത് റദ്ദാക്കി. ഇനി മദ്രസകളൊന്നും സ്വാതന്ത്ര്യത്തോടുകൂടി നടക്കുന്ന മദ്രസകൾ അതൊന്നും ഇനി അവിടെ ഉണ്ടാവില്ല. ആയതുകൊണ്ട് തന്നെ 26 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ്, മുസ്ലിം വിദ്യാർത്ഥികളാണല്ലോ. ആ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യവുമായിട്ട് വലിയൊരു ചോദ്യചിഹ്നമാണ് അവരുടെ മുമ്പിൽ. ഇനി എന്ത്? ഉത്തർപ്രദേശിൽ മദ്രസ നിയമം ഉണ്ടായിരുന്നു. അത് പ്രകാരമാണ് അവിടുത്തെ മദ്രസകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. മദ്രസ പഠനവും ഒപ്പം അക്കാഡമിക് പഠനവും ഒരുമിച്ച്. നമ്മൾ പറയുന്ന 1 മുതൽ 10 വരെ +2 എന്നുള്ള ഒക്കെ ആയിട്ട് അതാകെ തകിടം മറിച്ചിരിക്കുകയാണ്. ആ മദ്രസ നിയമം പരിപൂർണമായിട്ട് അവർ കീറികളഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി. 26 ലക്ഷത്തിലധികം കുട്ടികൾ മാനം നോക്കി നടക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ മാനം നോക്കി നടക്കുകയാണ് അവർ. ഇനി എന്തെന്നറിയാതെ 2004 10-20 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ നിയമമാണത്. മദ്രസകളെ സംബന്ധിച്ച നിയമം. മദ്രസകൾ എങ്ങനെ വേണം, അത് ഗവൺമെൻറ്റുമായിട്ട് ഏത് രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ മുന്നേറ്റങ്ങളോട് അതിനെ അനുധാവനം ചെയ്തുകൊണ്ട് എങ്ങനെ വേണം കാര്യങ്ങൾ, അനുരോധിച്ചുകൊണ്ടായിരിക്കണം, പ്രതിരോധിച്ചുകൊണ്ടായിരിക്കരുത്. നല്ല കാര്യമാണ്. അങ്ങനെ ഉത്തർപ്രദേശിൽ മദ്രസകളെ സംബന്ധിക്കുന്ന 2004 നിയമം അതാണ് റദ്ദാക്കിയത്. അതോടുകൂടിയിട്ടാണ് മദ്രസ വിദ്യാഭ്യാസം പകുതിക്ക് വെച്ച് ഇല്ലാതാകാൻ പോവുകയാണ്. ഉത്തർപ്രദേശ ഹൈക്കോടതി വിധി ഇത്തരം കാര്യത്തിൽ വന്നാൽ ഇസ്ലാമോഫോബിയയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നൊരു കൂട്ടം ആൾക്കാരാണല്ലോ ഉത്തർപ്രദേശിലുള്ളത്, യോഗിയുടെ അടക്കമുള്ള ആൾക്കാർ. ഇങ്ങനൊരു വിധി വന്നാൽ അത് ഉടനെ തന്നെ രാത്രിക്ക് രാത്രിയേ നടപ്പാക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടികളുടെ ഗതി എന്തായിരിക്കും? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എവിടേക്കാ പോകുക? നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഈ 2004 നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് മദ്രസകളൊക്കെ അടച്ചുപൂട്ടാൻ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഉത്തരവ് വന്ന ഉടനെ തന്നെ ഉത്തരവിന് പിന്നാലെ 10,000-ഓളം മദ്രസ അധ്യാപകർ, ഇത്രയും മദ്രസകളിൽ കൂടി 10,000-ഓളം മദ്രസ അധ്യാപകർ, 26 ലക്ഷം വിദ്യാർത്ഥികളാണ്. അതിൽ 10,000-ത്തിനടുത്ത് മദ്രസ അധ്യാപകർ, മുമ്പ് പറഞ്ഞ പോലെ 26 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. അവരാണിപ്പോൾ ഇനി എന്തെന്നുള്ള ചോദ്യത്തെ അഭിമുഖീകരിക്കുന്നത്. മദ്രസകളുടെ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യം, നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ഭരണഘടന അവകാശത്തിൻ്റെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ഭരണഘടന, അതിനുള്ള അവകാശത്തിനെതിരാണ് മദ്രസകളിലെ വിദ്യാഭ്യാസം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. മദ്രസ നിയമം അത് പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 21, 21A ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ 1956 യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആക്ടിൻ്റെ 22-ാം വകുപ്പ് ഇതൊക്കെ ലംഘിക്കുന്നു എന്നാണ് ജസ്റ്റിസുമാരായിട്ടുള്ള വിവേക് ചൗധരി, സുഭാഷ് വിദ്യാർത്ഥി അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. മാർച്ച് 22-ന് യോഗി ആദിത്യനാഥ് സർക്കാരിനോട് മദ്രസ വിദ്യാർത്ഥികളെ സർക്കാർ സ്കൂളിലേക്ക് സ്ഥലം മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാൻ കോടതി ഉത്തരവ് നൽകിയിരുന്നു. മദ്രസകളിൽ നൽകുന്ന വിദ്യാഭ്യാസം ഗുണനിലവാരമുള്ളതും സാർവത്രികവും അല്ല എന്നാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. റിപ്പോർട്ടുകൾ പ്രകാരം ഉത്തർപ്രദേശിൽ 16,513 മദ്രസകളാണ് ഉള്ളത്. അതിൽ 560 സർക്കാരിൻ്റെ സഹായത്താലും
8400-ലധികം മദ്രസകൾ ഔദ്യോഗിക അംഗീകാരം കിട്ടാതെ പ്രവർത്തിക്കുന്നവയുമാണ്. അംഗീകൃത മദ്രസയിൽ 19.5 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠനം നടത്തുന്നത്. മറ്റു മദ്രസകളിൽ 7 ലക്ഷം വിദ്യാർത്ഥികളും. കോടതിയുടെ ഉത്തരവ് അതുകൊണ്ട് തന്നെ 26 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ബാധിക്കുന്നതാണ് ഉത്തർപ്രദേശ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ഇഫ്തിഖർ അഹമ്മദ് ജാവേദ് പറഞ്ഞത്. അതേസമയത്ത് വിദ്യാർത്ഥികളുടെ പുനരധിവാസം ഇവിടെ നിന്ന് മാറ്റി മറ്റൊരു അവിടെ ഗവൺമെൻറ് പറയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം, മദ്രസ വിദ്യാഭ്യാസമല്ല, മദ്രസകളെ മുഴുവൻ പൂട്ടിയിട്ടിട്ട് അവിടെയുള്ള കുട്ടികളെ മുഴുവൻ അവിടെയുള്ള മുഖ്യധാര പഠന രീതികളിലേക്ക് മാറ്റുക. അതിനെയാണ് പുനരധിവാസം എന്ന് പറഞ്ഞത്. ആ പുനരധിവാസത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന കോടതി തൊഴിൽ നഷ്ടപ്പെട്ട അധ്യാപകരുടെ അവസ്ഥ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല? അതിന് ചോദ്യം വരുന്നുണ്ട്. ഉത്തരവിനെതിരെ അങ്ങനൊരു വിമർശനം വരുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ ആകത്തുക ഇത്ര മാത്രമേ ഉള്ളൂ. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകാൻ പോകുന്നു. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നിയമവ്യവസ്ഥകൾ മുഴുവൻ മാറിക്കഴിഞ്ഞാൽ, പൗരത്വ നിയമ ഭേദഗതി അതെല്ലാം വന്നു കഴിഞ്ഞാൽ അവസാനം വരാൻ പോകുന്ന ഒന്നാണ് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക. അതിനൊരു ദിവസമുണ്ട്. 2025 BD സവർക്കറുടെ സ്വപ്നം RSSന്റെ 100ാം വാർഷിക ആഘോഷത്തിൻ്റെ വേളയിൽ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും. യാതൊരു സംശയവുമില്ല. അതിനു മുൻപ് ഇന്ത്യയുടെ ആന്തരിക ശത്രുക്കളിൽ പ്രാമുഖ്യം അഥവാ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്ന മുസ്ലിങ്ങളുടെ മാനം കെടുത്തണം, അഥവാ തേജോവധം ചെയ്യണം. അതൊരിടത്തൊരു വധമാണ്. അവരുടെ തേജസ്, അതായത് അവരുടെ അന്തസ്, ആഭിജാത്യം, അതെല്ലാം കെടുത്തിക്കളയണം. അവരെ ഒരു മൂലയ്ക്ക് തള്ളണം, പാർശ്വവൽക്കരിക്കണം. നിങ്ങളിവിടെ ജീവിച്ചോണ്ടൊന്നും വിഷമമില്ല. പക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പള്ളിക്കകത്ത് മാത്രം. വാങ്ക് വിളിക്കൊന്നും സമ്മതിക്കില്ല. രണ്ടാന്തരം പൗരന്മാരായിട്ട്. എന്നാൽ വോട്ടവകാശം ഉണ്ടോ എന്ന് വെച്ചാൽ വോട്ടവകാശമുണ്ട്. ഇപ്പം തന്നെ എനിക്കൊരാൾ അയച്ചു തന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോനകത്ത് കാണിക്കുന്നത് കടകൾ, മുസ്ലിം കടകൾ, ഏതെങ്കിലും കടകൾ ഉണ്ടെങ്കിൽ ആ കടകളിൽ മുസ്ലിങ്ങളെ ജോലിക്ക് നിർത്തരുത്. അങ്ങനെ ഞങ്ങൾ കട തല്ലി പൊളിക്കും. മുസ്ലിങ്ങളുടെ ഖുറാനിൽ വർണ്ണിക്കുന്ന കാര്യങ്ങൾ വർണ്ണിച്ചുള്ള ഹദീസോ എന്നിത്യാദി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മക്കയുടെ ചിത്രം, ഇതൊന്നും ഒരു കടയിലും വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ലഹളകൾ അതിൻ്റെ പേരിലുണ്ട്. അതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്ത് ഞങ്ങൾ അടിച്ചുടക്കിയെന്ന് പറഞ്ഞിട്ടൊരു മാർച്ചിൻ്റെ ഫോട്ടോ എനിക്ക് അതും അയച്ചു തന്നിരുന്നു. കേട്ടല്ലോ. നിങ്ങളുടെ ഏതെങ്കിലും കടകളിൽ ഏതെങ്കിലും മുസൽമാനെ ജോലിക്ക് വെക്കേണ്ടി ഉടനെ തന്നെ 2 ദിവസമാണ് അവധി കൊടുത്തുള്ളത്, പിടിച്ച് പുറത്താക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഞങ്ങളത് അടിച്ചുടയ്ക്കും, എത്ര തന്നെ. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലുള്ള സമ്മർദ്ദം, 4 ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം, സാമൂഹികമായിട്ട് തകർക്കുക, സാംസ്കാരികമായിട്ട് തകർക്കുക,
അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള തകർക്കുക. അതിനാണ് ഈ കടകളിലുള്ള ഈ പ്രശ്നങ്ങൾ. ഗുജറാത്തിലും അതാണ് നടന്നിട്ടുള്ളത്. സാമൂഹികമായിട്ട് തകർക്കുന്ന എങ്ങനെയാണ്? രാജനീതിപരമായിട്ട്, അതായത് മുഖ്യ ജീവിതധാരയിലേക്ക് കടന്നു വരാൻ കഴിയാത്ത രീതിയിൽ. നാളെ ഇവിടെ കടകളിൽ ആര് നിൽക്കണം, എന്ത് വിൽക്കണം, എന്ത് കഴിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടുള്ളൂ. നാളെ ആര് വോട്ട് ചെയ്യണമെന്ന് ഒരു പക്ഷേ ഗവൺമെൻറ് ഒന്നും പറയില്ല. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ നിന്നിട്ട് താൻ എന്തിനാ ഇവിടെ വോട്ട് ചെയ്യാൻ, താൻ വോട്ട് ചെയ്യണ്ട പോടോ എന്ന് പറഞ്ഞാലോ അതിനെ എതിർക്കാൻ ആരുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ. ആയതുകൊണ്ട് തന്നെ ഇസ്ലാമോഫോബിയയുടെ ഏകദേശം അതിൻ്റെ പീക്ക് ലെവലിൽ എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. അന്യോന്യം കളിയാക്കുക, അപഹസിക്കുക, അപമാനിക്കുക എന്നതിൽ നിന്നും അപ്പുറം കയറിയിട്ട് പീഡിപ്പിക്കുക, പേടിപ്പിക്കുക, ദേഹോപദ്രവം ഏൽപ്പിക്കുക, നിലനിൽപ്പ്, ജീവിതം ഇല്ലാതാക്കി അതിജീവന പദ്ധതികൾ, അതിജീവനം പോലും അപകടത്തിലാക്കി മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതിനകത്തിന് മൂലകാരണം എന്താണ്? ചോദിക്കാനും പറയാനും ഇവിടെ ഒരു സംവിധാനമില്ല എന്നുള്ളത്. സംവിധാനമുണ്ട്, പക്ഷെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആ സംവിധാനം, പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനം, അവർ തയ്യാറല്ല. ദക്ഷിണേന്ത്യയിൽ വന്നാൽ പല സർക്കാരുകളും ന്യൂനപക്ഷങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട്, അവരുടെ വേവലാതികളെ കാണുന്നുണ്ട്, അതിനു വേണ്ടുന്ന പരിഹാരം അവർ കാണുന്നുണ്ട്. അത് കേരളത്തിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും വളരെ രൂക്ഷമായിട്ട് തന്നെ അത് നോക്കിക്കൊണ്ട് നടക്കണം. പക്ഷേ ഉത്തരേന്ത്യയിൽ അനാഥരാണ്, ഈ ഒരു മുസ്ലിം സമുദായം അനാഥരാണ്. ഇസ്ലാമോഫോബിയ തലയ്ക്ക് കയറി പിടിച്ച് ഉന്മാദാവസ്ഥയും കടന്ന ഭ്രാന്തിൻ്റെ അവസ്ഥയിലെത്തിയ ഉത്തരേന്ത്യയിലെ സംഘികൾ, ഹിന്ദുത്വവാദികൾ, അവർ ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തികൾ, ദൈവത്തിന് നിരക്കാത്ത ചെയ്തികൾ, അതിനെ ചോദ്യം ചെയ്യാൻ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് പോലും കഴിയില്ല. കാരണം എന്താ? ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചോദ്യം ചെയ്യാൻ അവർക്ക് തലയുണ്ടാവില്ല. ആയതുകൊണ്ട് തന്നെ സകല വിധமான ഗുണ്ടായുസവും, സാമ്പത്തിക ഗുണ്ടായുസം അടക്കം, അതാണല്ലോ ബോണ്ട് ഗുണ്ടായുസം. അത് മറ്റുള്ളവർ ഇവിടെ ഇന്ന് ഒരു പണിക്കർ വന്ന് കയറിയിട്ട്, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനാണ് അവൻ. കാലും കയറ്റി വെച്ച്, കാരണം ഇത്രയേ ഉള്ളൂ, പ്രായം ഇത്രയേ ഉള്ളൂ, മറ്റുള്ളവരോടൊപ്പം എത്താൻ വേണ്ടിയിട്ട് ചില കോമാളി വേഷങ്ങൾ പറയുമ്പോൾ അതോ മറ്റൊരു സാധാരണ രീതി കണ്ട് പറയുകയല്ല ചെയ്യുക. വലിയ ശാസ്ത്രം എന്താണെങ്കിലും ഒരു ആനയെക്കുറിച്ച് പറയുമ്പോൾ ആനയ്ക്കെന്താ, ആനയ്ക്ക് 2 കൊമ്പുണ്ട്, 4 കാലുണ്ട്, അതിന് അവൻ പറയാൻ തുടങ്ങുമ്പോൾ ശിവഘട്ടത്തിൻ്റെ എന്നൊക്കെയും പറഞ്ഞ് എന്തൊക്കെയോ അതവൻ്റെ ചെറുപ്പം വലുപ്പമാക്കാൻ വേണ്ടി പറയുന്ന അവൻ പറഞ്ഞത് BJP ബോണ്ടിൻ്റെ പേരിൽ വഞ്ചന നടത്തിയില്ലേ, ചതി നടത്തിയില്ലേ, രാഷ്ട്രത്തെ വഞ്ചിച്ചില്ലേ? മറുപടി എന്താ അറിയോ? കോൺഗ്രസും ചെയ്തില്ലേ എന്ന്, മറ്റുള്ള കക്ഷികളും ചെയ്തില്ലേ എന്ന്. അതുകൊണ്ട് ന്യായീകരണമാണ് പറയുന്നത്. സത്യസന്ധമായിട്ടുള്ള ന്യായീകരണം പറ്റുന്നില്ല. നിങ്ങൾ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങളും ചെയ്തു. ഭരിക്കാത്തവർ ഇന്നിപ്പം കേജ്രിവാൾ ജയിലിനകത്താ. ആ കേജ്രിവാൾ കൈക്കൂലി വാങ്ങിച്ചാൽ ആ ജയിലിനകത്താക്കിയത്. ഈ കൈക്കൂലി തന്നെയല്ലേ വാസ്തവത്തിൽ ബോണ്ട് ക്രമക്കേടും? ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഔദ്യോഗിക നിയമപ്രകാരം സാധുത ഉള്ള ഒരു ചടങ്ങാക്കി മാറ്റിയിട്ട് ജനങ്ങളുടെ പൈസ, അത് മുതലാളിമാരിലൂടെ, ജനങ്ങളുടെ പൈസയാണ്, അല്ലാതെ മുതലാളിമാരിൽ നിന്ന് പൈസ ഉണ്ടാവുന്നത്, കണക്കിൽപ്പെടാത്ത പൈസ, കള്ളപ്പണവും കള്ളനോട്ടടിയും എല്ലാം, അത് ഞങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട്, ഇത് കയ്യിലുള്ളവർക്ക് ഇത് പുറത്തിറക്കാൻ പറ്റില്ല, ഒരു കാറ് വാങ്ങിക്കാൻ പറ്റില്ല, ഒരു വീട് കെട്ടാൻ പറ്റില്ല, തിന്നു തീർക്കേണ്ടവർ എങ്ങനെ കോടാനുകോടി രൂപ തിന്നു തീർക്കുക. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നോ, എങ്ങനെയാണ് തരിക? നിങ്ങളുകൊണ്ട് ബാങ്കിലിട്, ബാങ്കിലിട്ടതിന് ശേഷം അത് ബോണ്ടാക്കി മാറ്റ്, ആ ബോണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ, പണ്ട് ബർട്രാൻഡ് റസലോ മറ്റാണ് പറഞ്ഞത്, ക്രൗഡ് സൈക്കോളജി, അതൊരു ഡോങ്കി സൈക്കോളജിയാണ്, ബഹുജനം കഴുത. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും അത് മൊത്തം ഇന്ത്യക്കാർ മുഴുവൻ അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളും, ഹിന്ദുക്കൾക്കകത്തുള്ള ന്യൂനപക്ഷങ്ങൾ, ആദിവാസികളാകട്ടെ, ദളിതന്മാരൊക്കെ അനുഭവിക്കുന്നുണ്ട്. നിയമം ഇപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം. ഏതായാലും ഉത്തർപ്രദേശിൽ മദ്രസകൾ അടച്ചുപൂട്ടണം. അത് 1, 2, 10, 40
അല്ലെങ്കിൽ 100-500 മദ്രസകൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് മാഷുമാരുടെ ജോലി നഷ്ടപ്പെടുന്നു. 26 ലക്ഷം കുട്ടികളുടെ അതുവരെയുള്ള പഠന രീതികളിൽ നിന്ന് മാറി മറ്റൊരു രീതിയിലേക്ക് പോകുമ്പോൾ അവരെന്തായിരിക്കും മണ്ടൂഹങ്ങളായിട്ട് മാറും, അവരറിയാത്ത രീതിയിൽ. ഒരു സുപ്രഭാതത്തിൽ കേരളത്തിൽ പഠിച്ച് 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഇപ്പോൾ +2, അതിപ്പോൾ +1 അത് പഠിക്കുന്ന സമയത്ത് അയാളെ കൊണ്ടുപോയിട്ട് മലേഷ്യയിൽ കൊണ്ട് ചേർത്തിയാലോ അവർ മണ്ടൂഹമായിട്ട് മാറും. വേറെ മീഡിയം, വേറെ ഭാഷ, അവൻ കഷ്ടപ്പെടും. അതുപോലെ തന്നെ ഈ മദ്രസ വിദ്യാർത്ഥികൾ, ഇത്രയും അധികം മദ്രസ വിദ്യാർത്ഥികളെ ഇനി മറ്റു സ്ഥലത്തേക്ക് അധിനിവേശ പ്രക്രിയയിലേക്ക് കൊണ്ടുവരികയാണ്, പറിച്ചു നടാൻ കൊണ്ടുവരികയാണ്. ഇത് ചെയ്യാം. ഒരു സ്കൂൾ കാലാവധി അവസാനിക്കുന്ന സമയത്ത് സ്ലോലി, ഏത് നിയമം അങ്ങനെ നടപ്പാക്കാൻ പാടുള്ളൂ, സ്ലോലി മദ്രസ പഠനം ശരിയല്ലെന്ന് പറഞ്ഞോട്ടെ, അവിടെയുള്ള വ്യവസ്ഥാപിതമായിട്ടുള്ള അക്കാഡമി പഠനം മാത്രമേ പാടൂ, അങ്ങനെ നിയമം കൊണ്ടുവന്നോട്ടെ. പക്ഷെ ഇതല്ല ചെയ്യുന്നത്. വെട്ടൊന്ന് മുറി 2 എന്നുള്ള രീതിയിൽ ഹൈക്കോടതി വിധി വന്നു, ആ നിമിഷം തന്നെ എല്ലാം അടച്ചുപൂട്ടാൻ ഉത്തരവായി. ഇത്രയും 10,000-15,000 അധ്യാപകന്മാരിന് എന്ത് ചെയ്യും? അവരെവിടെ ജോലി ചെയ്യും? അവർക്ക് അറിയാവുന്ന ജോലി ഇതൊക്കെയാണ്. കുട്ടികളിനി എവിടെ പോയി പഠിക്കും? ഒരു സുപ്രഭാതത്തിൽ ഈ സിസ്റ്റം മാറി വേറെ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അവരുടെ തല കറങ്ങില്ലേ? എന്താണെങ്കിലും പ്രശ്നമല്ല, ഇതൊക്കെ എന്താണെങ്കിലും ഇവിടെ പ്രശ്നമല്ല. സംഘപരിവാറിൻ്റെ സർക്കാരിന് ഇതൊന്നും പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ലക്ഷ്യമുണ്ട്. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളിൽ പ്രാമുഖ്യം വഹിക്കുന്ന അഗ്രിമസ്ഥാനത്തിരിക്കുന്ന മുസ്ലിങ്ങളെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ലോകരാഷ്ട്രങ്ങളൊക്കെ നോക്കിക്കാണുന്നുണ്ടല്ലോ. പക്ഷെ മറ്റൊരു രീതിയിൽ, അതാണ് തേജോവധം എന്ന് പറയുന്നത്, അവർ തലപൊക്കരുത്. സാമ്പത്തികമായിട്ടുള്ള അസമത്വം ഇവിടെ വരണം, അവർ താഴോട്ട് പോകണം, ഒരു ഇക്വിലിബ്രിയം ഉണ്ടാകരുത്. സാമൂഹികമായിട്ട് അവരെല്ലാ കാലഘട്ടത്തിലും അപമാനിതരായിട്ട് പാർശ്വവൽക്കരണം ഏറ്റുവാങ്ങിയൊരു കൂട്ടം ആൾക്കാരായിട്ട് മാറി നിന്നോളണം. അവിടെ സാംസ്കാരികമായിട്ട് മദ്രസാ വിദ്യാഭ്യാസത്തിലൂടെയാണ് അവരുടെ സാംസ്കാരിക വികാസം നടന്നിരുന്നത്. പള്ളികളിലുള്ള ബൈബിൾ പഠനത്തിലൂടെയാണ് ക്രിസ്ത്യാനികൾ അവർക്ക് മാർഗദർശനം ഏറ്റുവാങ്ങാൻ അവർ കഴിഞ്ഞിരുന്നത്. അകന്നുപോയ കാലഘട്ടങ്ങളിൽ അമൂല്യമായിട്ടുള്ള ധർമ്മങ്ങളെ വരും കാലഘട്ടങ്ങളിലേക്ക് ചലിപ്പിച്ച് ഈ ലോകത്തെ എന്നും പുതുമയുള്ളതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ആ പഴയ സന്ദേശങ്ങളെ ഏറ്റുവാങ്ങാൻ പ്രാപ്തനാക്കുകയാണ്. അത് ബൈബിളാകട്ടെ, ഗീതയാകട്ടെ, അല്ലെങ്കിൽ വിശുദ്ധ ഖുറാനാകട്ടെ ചെയ്യുന്നത്. ആ ഖുറാൻ, അതിൻ്റെ മേലെയാണ് കറുത്ത തിരശ്ശീലയിടുന്നത്, കറുത്ത ശീലയിടുന്നത്. ഇനി ഖുറാൻ പഠനം വേണ്ട, ആത്യന്തികമായിട്ട് അതാണ് പറയുന്നത്. മദ്രസ പഠനം വേണ്ട. അപ്പം സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും, അതുകൊണ്ടാണ് കടകൾക്ക് നേരെ ഗുജറാത്തിൽ അതാ സംഭവിച്ചത്. എത്ര കടകളെ കത്തിച്ചു കളഞ്ഞത്? സാമ്പത്തികമായിട്ടുള്ള വീഴ്ച വന്നു കഴിഞ്ഞാൽ സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വീഴ്ച പിന്നാലെ വന്നോളും എന്നാണ് അവരുടെ തിയറി. എന്തായാലും ഇത് മുസ്ലിം സമുദായത്തിന് മാത്രം ബാധകമല്ലെന്ന് മനസ്സിലാക്കണം ആദ്യം തന്നെ. ഇനി ഒരിക്കൽ കൂടി ഇന്ന് അങ്ങനെയെങ്കിലും പറയാൻ ഇവിടുത്തെ TV-യിലുള്ള ചാനലുകാർ തയ്യാറാവുന്നുണ്ട്. അത് മറ്റുള്ളവർ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്, ചാനലുകാർ പറയുന്നില്ല. ഇനി ഒരിക്കൽ കൂടി മോഡി ഭരണം വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇനി ഒരിക്കൽ കൂടി മോഡിയെ നിങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഒരാളെയും തിരഞ്ഞെടുക്കേണ്ടി വരില്ല. പിന്നെ ആ പ്രക്രിയ തന്നെ അസ്തമിച്ചു പോകും. കാലം ചെല്ലുമ്പോൾ അതൊരു പഴങ്കഥയായി മാറും. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട, അതാണല്ലോ ജനാധിപത്യം. ഫോർ പീപ്പിൾ ബൈ പീപ്പിൾ, അങ്ങനെ എന്തോ പറയും. ആ സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇവിടുത്തെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തിരുന്നത്, മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുത്തിരുന്നത് നമ്മളാ, ജനങ്ങളാ. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നടേ. ഇപ്പൊ നമ്മളാരാ? നമ്മളിവിടുത്തെ അടിമകൾ. ഈ രാജ്യത്തിൻ്റെ ഗതിവിധികൾ എങ്ങനെയാണ് ആകണം എന്ന് നിശ്ചയിക്കാനുള്ള ഒരവകാശവും നമുക്കില്ല.
ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയില്ല. ഹിറ്റ്ലറുടെ സാമ്രാജ്യത്തിൽ എന്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉണ്ടായിരുന്നത്? ഇന്നിപ്പോൾ ചൈനയിലത്തെ സ്ഥിതി അതൊക്കെയുണ്ട് ഏകദേശം. പണ്ടത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നല്ല രാജാക്കന്മാരും ചീത്ത രാജാക്കന്മാരും ഉണ്ടായിരുന്നു. ഫറവോൻ്റെ കാലഘട്ടത്തിൽ ഇവിടെ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നോ? അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മോഡിയെ ഒരിക്കൽ കൂടി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ആരെയും തിരഞ്ഞെടുക്കേണ്ടി വരില്ല. പിന്നെ നമുക്കറിയാം, പണ്ടൊരു കാലഘട്ടത്തിൽ മുമ്പ് പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്ന എത്ര എന്നൊക്കെ പറഞ്ഞു നടക്കാം. അത്രമാത്രം. ഉത്തർപ്രദേശിലുള്ള മദ്രസകൾ, ആ മദ്രസ സംബന്ധിയായിട്ടുള്ള നിയമങ്ങൾ അത് ശരിയല്ല. മദ്രസയിലെ വിദ്യാഭ്യാസം കൊണ്ടൊരു കുട്ടിക്ക് ഈ ലോകത്തിൽ മുന്നോട്ട് ചരിക്കാൻ കഴിയാതെ വരുന്നു. ആയതുകൊണ്ട് തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഗവൺമെൻറ് നടത്തുന്ന വിദ്യാഭ്യാസം അത് നിർബന്ധിതമാണ്, സൗജന്യമാണ്. അതിൽ പങ്കെടുത്തേ മതിയാകൂ. അതുകൊണ്ട് 2004 നിയമം മുഴുവൻ കട്ട് ചെയ്തിട്ട് കുട്ടികളെ പുനരധിവസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. 15,000 മാഷുമാരുടെ കാര്യം നമശിവായ അല്ലേ, പിള്ളേർ പറയില്ലേ ഹുദാ ഹവ എന്ന് പറയുന്ന പോലെ ഇനി അവർക്ക് വേറെന്താ അറിയാം. പിന്നെ അവർക്ക് ഇനിയിപ്പോൾ മറ്റെന്തായാലും പറയാം, മറ്റേ എഞ്ചിനീയറിംഗ് വല്ലതും അങ്ങനത്തെ വല്ലതും അറിയോ? അവർക്ക് അറിയാവുന്ന വിദ്യയിലെ അവർ പഠിപ്പിച്ചിരുന്നത്. 15,000 പേര് അനാഥരായി. ഇനി അവിടെ ജോലി കിട്ടാൻ അവർക്ക്. ഈ കുട്ടികളെ ഒരു സുപ്രഭാതത്തിൽ വേറൊരു സംസ്കാരത്തിലേക്ക്, വേറൊരു ശൈലിയിലേക്ക് കയറി വന്നാൽ കുട്ടികളുടെ കാര്യം അധോഗതി. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മളുടെയൊക്കെയും കാര്യം അധോഗതിയാണ്. അധോഗതിയാകുമോ എന്ന് ഭയപ്പെടേണ്ട സാഹചര്യം അവിടെ. മോദി 400 വോട്ട് കിട്ടിയിട്ട് 400 സീറ്റ് കിട്ടി ജയിക്കുമെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. അത് 400 500 എന്തോ വോട്ടാൽ കിട്ടാതിരിക്കട്ടെ. ഇവിടെ കുറേ ആൾക്കാർ ഇപ്പോഴും മുഖ്യധാരയിലേക്ക് സവർണന്മാരായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് മാറി നിൽക്കുക. ഇപ്പോൾ കണ്ടല്ലോ, കറുത്തവനോട് വെളുത്ത പെണ്ണോ കാണിച്ചത് കണ്ടല്ലോ. ആ സാഹചര്യം ഉണ്ടായിട്ട് പോലും ബി.ജെ.പി. ജയ് ജയ്, ബി.ജെ.പി. ജയ് ജയ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാർ ഇവിടെയുണ്ട്. നോക്കാം, എല്ലാം വിധിവിഹിതമേവനും തടയാവതല്ല എന്ന് പറയല്ലോ. ഇനിയും ഈ ബി.ജെ.പിക്കാരുടെ ഭരണമാണ് നമുക്ക് വിധിച്ചിട്ടുള്ളതെങ്കിൽ അനുഭവിക്കുക തന്നെ, വേറെ മാർഗമൊന്നുമില്ല. അനുഭവിക്കുക തന്നെ. ഞാനെപ്പോഴും പറയും, ഞാനൊരു സീനിയർ സിറ്റിസനാണ്. 10 വയസ്സ് 70 അതുകൊണ്ട് എൻ്റെ കൈമ കൊണ്ട് വിലങ്ങിടില്ല എന്നൊക്കെ ഒരു ധാരണയിൽ ഇരിക്കുക. ഞാൻ കുറച്ചൊരു പേടിക്കുറവോട് കൂടിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് പറയാമല്ലോ, എന്നൊക്കെ പറഞ്ഞ് വായിലുള്ള പല്ലയ്ക്ക് ഊരി വെച്ച് വെപ്പ് വരാനുള്ളതെല്ലാം നിങ്ങൾ വീഡിയോ ഒക്കെ ഇട്ടത് ആദ്യം പറ്റി പോയതാ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ സുരക്ഷിതമാച്ചിരിക്കുകയാണ് കാണുന്നത്. ആ ഒരു തന്തപ്പടി അതിനെ വിട്ടേക്ക് എന്നിട്ട് ED-യോ NI-യോ NSS-ഓ ആരെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടുന്നുള്ള ധാരണയിലിരിക്കുക. മോഡി വന്നാൽ ഇനിയും ഇവിടെ ഒരു ഡബിൾ ഇരട്ടി ശക്തിയിൽ അടിയന്തരാവസ്ഥ വന്നാൽ നമ്മളൊക്കെ അതിൽ പെട്ടുപോകും. ആ പേടിയിൽ നിന്ന് മുക്തനാവാൻ എനിക്ക് കഴിയും എന്നൊരു സ്വാർത്ഥത. കാരണം മുമ്പ് പറഞ്ഞ പോലെ 10-70 വയസ്സായില്ലേ, KPSL അഭിനയിച്ച് കുറച്ച് അഭിനയം അറിയാവുന്ന എന്നും പറഞ്ഞ് അവരുടെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞ് ആ തൻ്റെപ്പടിയെ വിട്ടേക്ക് സാറേ എന്ന് പറയും. മൂത്ത സാറിനോട് താഴെയുള്ള സാറിന് മൂത്ത സാറോ പറയും. പക്ഷേ നിങ്ങളെ വിടൂല്ല കേട്ടോ, പിള്ളേരെ ഒറ്റെണ്ണത്തിനെ വിടൂല്ല. കാണാൻ നമുക്ക് എന്താ സംഭവിക്കാൻ പോണേന്ന്. സംഭവാമി